ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ചിന്തിച്ച് നോക്കൂ, നാം എല്ലാം ഉള്ളിൽ കരയുന്നവരല്ലേ ഓരോരോ കാര്യങ്ങളിൽ. എപ്പോഴും അല്ലായിരിക്കും, പക്ഷേ പലപ്പോഴും ജീവിതത്തിൻ്റെ അധിക സമയവും കരച്ചിലല്ലേ അല്ലേ? വിഷാദഭരിതമായ ജീവിതം, ദുരിതപൂരിതമായ ജീവിതം, യാതനാഭരിതമായ ജീവിതം, ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്തതുള്ളതായ വിഷമസന്ധികൾ നമ്മെ ഞെരുക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ജീവിതത്തിൽ, ഇവിടെയുള്ള ജീവിതത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹിത്വം പ്രാപിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ നാം പരമഭാഗ്യവാന്മാരായിരിക്കും. ക്രിസ്തുവിൻ്റെ സഹിത്വം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതൊരു വലിയ അത്ഭുതകരമായൊരു അനുഭവമാണ്. എപ്പോഴും ക്രിസ്തു എൻ്റെ കൂടെ നിൽക്കുന്നുള്ളതായൊരു ഉറപ്പ്, ഉറങ്ങാൻ കിടക്കുമ്പോഴും ക്രിസ്തു എൻ്റെ കിടക്കയിലുണ്ടെന്നുള്ളൊരു ഉറപ്പ്, ക്രിസ്തുവിൻ്റെ തൃക്കരവിനെ തലോടുന്നു എന്നുള്ളൊരു ഉറപ്പ്, ഭക്ഷണം കഴിക്കുമ്പോഴും നാം ജോലി കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും എപ്പോഴും ക്രിസ്തു എൻ്റെ കൂടെ, യേശു ക്രിസ്തു എൻ്റെ കൂടെ. എന്തൊരു ഭാഗ്യാനുഭവമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിയ തത്വചിന്തകളൊന്നും പഠിക്കണമെന്നില്ല, വലിയ പാണ്ഡിത്യം നേടണമെന്നുമില്ല. ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തു എന്നോട് കൂടെ രാവും പകലും ഉണ്ടായിരിക്കണം. എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും, ആരെല്ലാം എന്നെ വെറുത്താലും, ആരെല്ലാം എന്നെ എതിർത്താലും ചെറുത്താലും, ആരെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചാലും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോഴെല്ലാം ഞാൻ പറയാറുണ്ട്, കർത്താവേ, നിൻ്റെ കൃപയുടെ കരം എൻ്റെ തലയിൽ നിന്ന് മാറരുതെന്ന്. കൃപയുടെ കരം എന്നിൽ നിന്ന് മാറരുത്. മനുഷ്യൻ അവൻ ബലഹീനനാണ്. പാപത്തിൻ്റെ പ്രകടമായ പ്രവൃത്തികളിലേക്കൊന്നും പോവുക സാധാരണഗതിയിൽ ഇപ്പോൾ ഈ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ആർക്കും പാപത്തിൻ്റെ അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. എല്ലാവരും അല്ല, ചുരുക്കം പേരെങ്കിലും പോകുമായിരിക്കും, അറിയാൻ പാടില്ല. പക്ഷേ പ്രകടമായ പാപത്തിൻ്റെ പ്രവൃത്തിക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഈ കൃപയുടെ കരം നമ്മിൽ നിന്ന് മാറാതിരിക്കാൻ നാം എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടവരാണ്. പാപപ്രവൃത്തിയിലേക്ക് പോയില്ല, പക്ഷേ കൃപയുടെ കരം അതെപ്പോഴും നമ്മുടെ ശിരസിലുണ്ടായിരിക്കണം. കർത്താവിൻ്റെ കൃപയുടെ കരം, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരം, നാം ഏങ്ങലടിക്കുമ്പോൾ തലോടിത്തരുന്ന കരം, നാം വിതുമ്പുമ്പോൾ നമ്മുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്ന കരം, നാം വലഞ്ഞ് വിഷമിച്ച് തളരുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലത തരുന്നതായ കരം, ക്രിസ്തുവിൻ്റെ കരം. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിതാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എനിക്കൊന്നും പഠിക്കണമെന്നില്ല, ഒന്നും അറിയണമെന്നില്ല, വേറെ ഒന്നും വേണ്ട എനിക്ക്. യേശു ക്രിസ്തു വന്ന് എൻ്റെ അരികത്ത് നിന്ന് എൻ്റെ തലയിൽ നിൻ്റെ തൃക്കരം വയ്ക്കണം. ഈ പാവിയായ മനുഷ്യനോട് നീ മനസ്സറിയണം. കർത്താവെ, ഞാൻ എത്രത്തോളം തീരുമാനങ്ങൾ എടുത്തു വന്നാലും എൻ്റെ ചിന്താമണ്ഡലം മുഴുവനും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ വിചാരമണ്ഡലം ഇപ്പോഴും പലതരത്തിലുള്ളതായ പോരായ്മകളുള്ളതാണ്. നിത്യനായ ക്രിസ്തുവിൻ്റെ തൃക്കരം തൊഴത്തക്കവണ്ണം ഞാൻ ഒട്ടും പ്രാപ്തനല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. മഹാപരിശുദ്ധനായ യേശുവേ, നിൻ്റെ ആ തൃക്കരം എൻ്റെ മേൽ മനസ്സലിഞ്ഞ് തൊട്ട് എന്നെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉത്തമഗീതത്തിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. പ്രിയയും ഒരു പ്രിയനും ഇവിടെ നാം കാണുന്നതാണ്. ഒരു പ്രിയ, ഒരു പ്രിയൻ. ആരാണ് പ്രിയൻ? തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു തന്നെ, നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു തന്നെ. പ്രിയോ, വിശുദ്ധ സഭ, മണവാട്ടി സഭ. നാം ഓരോരുത്തരും ആധ്യാത്മികമായി പറഞ്ഞാൽ നാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അതൊരു മിസ്റ്റിക് അനുഭവമാണ്. മിസ്റ്റിക്, നിങ്ങൾ ചിലരെങ്കിലും മിസ്റ്റിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. മിസ്റ്റിസം സാഹിത്യത്തിൽ അല്പമെങ്കിലും അറിയാവുന്നവർക്ക് മിസ്റ്റിസം എന്ന വാക്ക് അത്ര പഴഞ്ചനല്ല, അത്ര പുതുമയുള്ളതല്ല. മിസ്റ്റിക് പോയട്രി. ഉത്തമഗീതം ഒരു മിസ്റ്റിക് കവിതയാണ്. എന്താണ് മിസ്റ്റിസം? മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു.
42-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴം ആഴത്ത് വിളിക്കുന്നു. മലയാള വേദപുസ്തകത്തിൽ ആഴി ആഴി വിളിക്കുന്നതാണ്. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴം ആഴത്ത് വിളിക്കുന്നു. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ആഴം ആഴത്ത് വിളിക്കുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെ ആഴം ദൈവസ്നേഹത്തിൻ്റെ ആഴത്ത് വിളിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യസ്നേഹത്തിൻ്റെ ആഴത്ത് വിളിക്കുന്നു. ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ ദൈവത്തെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ താത്വികമായ ചിന്തയൊന്നും പഠിക്കണമെന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ഒരു കാര്യം അറിയണം, ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം. ഇന്ന് ഈ ആധുനിക ലോകത്ത് ദൈവവിശ്വാസം, ദൈവസഹിത്വം എന്നൊക്കെ പറയുന്നത് പലർക്കും ഒരു അവഹേളനമായിത്തീരും, നിന്ദയായിത്തീരും. അങ്ങനെയാണ് കാണുന്നത്. ദൈവവിശ്വാസം, ഒരു ദൈവികനാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ എന്തെല്ലാമോ ചില പരിഹാസമോ പുച്ഛമോ ഒക്കെ ലോകത്തുനിന്നുണ്ടാകും. ആളുകൾ നമ്മെ കളിയാക്കിയെന്ന് വരും, പരിഹസിച്ചെന്ന് വരും. നിങ്ങൾ ദൈവത്തിനായി ജീവിതം സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ പലരും നിങ്ങളെ എതിർക്കും, പലരും നിങ്ങളെ പരിഹസിക്കും. യേശുക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഭൗമികമായ വില കുറഞ്ഞു പോകും, ഭൗമികമായ ബഹുമതികൾ കുറഞ്ഞു പോകും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ ഭൗമികമായ ബഹുമതികൾ കുറഞ്ഞു പോയാലും തീരാത്തൊരു ബഹുമതി നമുക്ക് സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. ആ ബഹുമതിയുടെ ഒരു താൽക്കാലിക സൂചനയാണ് ക്രിസ്തുവിൻ്റെ സഹിത്വം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സഹിത്വം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുക. അത് നിങ്ങൾ വാഞ്ചിക്കണം, അത് നിങ്ങൾ ആഗ്രഹിക്കണം. പ്രിയൻ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയൻ. പ്രിയ നാം ഓരോരുത്തരും മണവാട്ടി സഭ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയും, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. സഭ നിർമ്മല കന്യകയായിരിക്കണം. വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം എടുക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം എന്നേക്കും യേശു ക്രിസ്തുവിന് എന്ന് നാം സമർപ്പിക്കുമ്പോൾ അപ്പോൾ വിവാഹ നിശ്ചയം കഴിയുകയാണ്. നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. സാത്താനെ നിന്നെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല ശക്തിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. സാത്താനെ ഉപേക്ഷിക്കുകയും മിശിഹായെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഗ്രഹീതമായൊരു അനുഭവം, അതാണ് വിവാഹ നിശ്ചയം. മണവാളനും മണവാട്ടിയും തമ്മിലുള്ളതായ ആ സ്നേഹബന്ധത്തിന് അരക്കിട്ടുറപ്പിക്കുകയാണ് നമ്മുടെ സഭയുടെ പിതാക്കന്മാർ വിവിധ ഗീതങ്ങളിൽ കൂടെ, ഗാനങ്ങളിൽ കൂടെ. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും, വിവാഹ കൂദാശയിൽ പാടുന്ന ഒരു പാട്ട്, ഗീതം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. പരിവൃതയാം പരിപാവന സഭയെ. പരിപാവന സഭയെ വാനോത്കാന്തൻ വേട്ടൊരു നേരം ശീമോന്യോ എന്നാനിന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. സഭ പതിവ്രതയായിരിക്കണം, ചാരിത്രശുദ്ധിയുള്ളവളായിരിക്കണം, അന്യനിലേക്ക് ശ്രദ്ധ പോകാത്തവളായിരിക്കണം, അന്യനെ സ്നേഹിക്കാത്തവളായിരിക്കണം, മണവാളിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവളായിരിക്കണം. പതിവ്രതയായ പരിപാവന സഭ. വാനോർ കാന്തൻ വേട്ടൊരു നേരം വിവാഹം കഴിച്ച സമയത്ത് ആ സഭയുടെ ഭരണം കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ചു. ശീമോന് വീടിൻ്റെ ഭരണം, സ്വർഗീയ ഭവനത്തിൻ്റെ ഭരണം, സഭയുടെ ഭരണം അത് ശീമോനെ ഏൽപ്പിച്ചു, ശിവപുത്രനെ ഏൽപ്പിച്ചു.
യോഹന്നസ്ലിഹായെ സുവിശേഷം ഫലമേൽപ്പിച്ചു. അങ്ങനെ വിലയേറുന്ന ആത്മീയ ജീവിതത്തിൻ്റെ പടിക്കെട്ടിലൂടെ വളർന്നു ഉയർന്നു പോകുവാൻ സഭയെ നാഥൻ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണ് ഈ സഭ. നിങ്ങൾ ഈ സഭയെ സംരക്ഷിക്കണം. രക്തത്താൽ ഞാൻ വാങ്ങിയൊരു ഈ സഭയെ നിങ്ങൾ സംരക്ഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇമ്പമാകുന്നതിന് വേണ്ടി അതിൻ്റെ സുറിയാനി ഗീതം കൂടി ഇപ്പോൾ പാടിക്കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. ആ പ്രമേയമാണ്, ആ മഹത്തായ ആശയമാണ് ഉത്തമഗീതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഉത്തമഗീതം വെറുതെ വായിച്ചു പോയാൽ ഇതൊരു പ്രേമകാവ്യം പോലെ തോന്നും, ഒരു പ്രേമ കവിത, ഒരു മിസ്റ്റിക് പോയട്രി എന്ന് പോലും മനസ്സിലാവുകയില്ല. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ സഭ വിജയിച്ചരുളുന്നത് എന്ന് അടുത്ത സ്റ്റാൻസ പാടുന്നു. മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു. പോക്കടവും കല്ലും കവിണയുമായി വെന്നാൻ ഗോല്യാത്തിനെ ദാവീദും താമാർ ഉത്തമയായി മൂന്നാൻ ദാവീദുന്നതനായി മൂന്നാൻ സംരക്ഷകനാം തൃത്വത്തെ വിശ്വാസിനി പാവന സഭയാൽ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. അതിൻ്റെ സുറിയാനി ഗീതം കൂടി ഇപ്പോൾ പാടിക്കേൾക്കാം. Batlo son sahwo David idas kudusho haymanto somaro shubho taudiso lesli soyod kufarko. വിശ്വാസിനിയായ പാവനസഭ സ്തുതിഗീതത്താൽ രക്ഷകനായ ക്രിസ്തുവിനെ കീർത്തിക്കുന്നു, സ്തുതിക്കുന്നു എന്ന്. അതാണ് നമ്മൾ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിൽ ആരംഭത്തിൽ പറയുന്നത്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്തുതിക്കുകയാണ് സ്തുതി. ഒരർഹതയുമില്ലാത്ത ഈ ഗ്രാമീണ കന്യകയായ ശൂലേമിയെ ഈ നല്ല ഇടയൻ, ഈ ശ്രേഷ്ഠ ഇടയൻ, ഈ വലിയ ഇടയൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്, ആ സ്നേഹബന്ധത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് എന്തൊരത്ഭുതം,
എന്ന് സഭ ആശ്വാസത്തോടെ പ്രസ്താവിക്കുന്നതാണത്. വിശ്വാസിനിയായ സഭ സ്തുതിഗീതത്താൽ നാഥനെ കീർത്തിക്കുന്നു. വിശ്വസ്തേ സഭയെ, നീ എന്തിന് ഭയപ്പെടണം? നിൻ്റെ ഉള്ളിൽ അല്പം പോലും ക്ലേശം വേണ്ട. വിശ്വസ്തേ സഭയെ. വിശ്വസ്തേ സഭയെ ഭയമെന്നിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ലോകത്തിനവസാനത്തിൽ വാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തിന്നെ താതാ മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാ. മണവാട്ടി സഭയെ, നീ ദുഃഖിക്കേണ്ട, നീ ക്ലേശിക്കേണ്ട. നിന്റെ നാഥൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളും. നീ ചാരിത്രശുദ്ധിയോടുകൂടി നിൽക്കുന്നത് കൊണ്ട്, പതിവ്രതയായി നിൽക്കുന്നത് കൊണ്ട്, എന്നെ മാത്രം നീ ഏകാഗ്രതയോടെ ഭജിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു ദോഷവും സംഭവിക്കാൻ നിന്നെ കാത്തുകൊള്ളാം. ക്ലേശം വേണ്ട, നിന്നെ ഞാനും കൈവിടുകയില്ല. ലോകത്തിൻ്റെ അവസാനത്തിൽ ഈ ഭൂമിയും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും യാതൊരാപത്തും കൂടാതെ ഞാൻ നിന്നെ കാക്കും. പിതാവും പുത്രനും പരിശുദ്ധമായ നിത്യനാഥൻ വസിക്കുന്ന ഗേഹത്തിൽ, ഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ നിനക്കും പാർക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ സുറിയാനിയിലെ സുന്ദരമായ കവിതയാണിത്, മനോഹരമായ കവിത. ഈ ഇത്രയും സുന്ദരമായ കാവ്യമാധുര്യമുള്ള ഗാനങ്ങൾ നമ്മുടെ പിതാക്കന്മാർ രചിച്ചത് എന്തൊരു അത്ഭുതമാണ്. നമ്മുടെ പൂർവികരായ പുണ്യപിതാക്കന്മാർ എത്രയോ ശ്രേഷ്ഠമായ ആശയങ്ങളാണ് നമുക്ക് തന്നത്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഒന്നും അർത്ഥം ആർക്കും മനസ്സിലാകുന്നില്ല. കല്യാണത്തിന് പോയി നിൽക്കും, അപ്പോൾ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ പേര് വരാന്തയിലോ പള്ളിയുടെ വരാന്തയിലോ അവിടെ ചുറ്റുപാടോ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിക്കൊണ്ടോ ഒക്കെ ഇരിക്കും. എന്നാൽ ഏതായാലും പേര് പള്ളിയകത്തുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥമായി ഈ പ്രാർത്ഥനയുടെയും പ്രമേയൻ്റെയും ഗീതങ്ങളുടെയും എല്ലാം അർത്ഥം ആരും ഗ്രഹിക്കാറില്ല. സങ്കടകരമായ കാര്യമാണ്. അർത്ഥം അറിയണം, നാം ഗ്രഹിക്കണം. നാം ആരാണ്? ഞാൻ ആരാണ്? ഞാൻ കർത്താവായ യേശുവിൻ്റെ മണവാട്ടി സഭയിലൊരു അംഗമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുക, നിത്യപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുക. അതുകൊണ്ടാണ് വിവാഹിതരാകാൻ നിൽക്കുന്ന മണവാളിന് മണവാട്ടി നിൽക്കുമ്പോൾ പാടുന്ന പാട്ട് സുന്ദരികളിൽ അത് സുന്ദരി നീ. ആ ഗീതം കേൾക്കാം നമുക്ക്. സുന്ദരികളിലതിസുന്ദരി നീ, ജാതികളിൽ സൂനോ നൃപതി ശലോമോ വിമല സഭേ നിന്നേലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ ശ്രീവായേ വന്നിപ്പതിനാൽ രാജാവ മശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. പ്രജാതിപുത്രിയായ നീ സുന്ദരികളിൽ അതിസുന്ദരിയാണ്. അവിടെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആ പെൺകുട്ടി സുന്ദരിയാണെന്നല്ല പാടുന്നത്. അവിടെ പാടുന്നതിൻ്റെ അർത്ഥം സഭ സുന്ദരിയായി
സഭ പുറജാതി കന്യകയായിരുന്നു. ദൈവഭവനത്തോട് ബന്ധമില്ലാത്തവളായിരുന്നു. ദൈവത്തോട് യാതൊരു ചാർച്ചയുമില്ലാത്തവളായിരുന്നു. ദൈവികം എന്തെന്ന് അറിയാൻ വയ്യാത്തവളായിരുന്നു. അവൾ പ്രാകൃതയായിരുന്നു. അവൾക്ക് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നില്ല. അവൾ കാനനപ്രാന്തത്തിൽ അവിടെ ഒരു കാട്ടുപുഷ്പമായി മാത്രം നിന്നവളായിരുന്നു. എന്നാൽ പുറജാതിപുത്രിയായ നിന്നെ നാഥൻ വേൾക്കുവാൻ തീരുമാനിച്ചു. നല്ലനായ കർത്താവായ യേശു ക്രിസ്തു ഈ സഭയെ തന്നെ മണവാട്ടിയാക്കാൻ തീരുമാനിച്ചു. പുറജാതികളിൽ നിന്ന്, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു, തിരഞ്ഞെടുത്തു, ദത്തെടുത്തു. നമ്മിപ്പോൾ കേട്ടല്ലോ, നമ്മെ ഓരോരുത്തരെയും ദത്തെടുത്ത് ചേർത്തു. ആരാണ് ദത്തെടുക്കുന്നത്? മക്കളില്ലാത്തവരാണ് ദത്തെടുക്കുന്നത്. മക്കളില്ലാത്തവർ ഒരു കാരണവശാലും ഈ അപ്പൻ്റെ മകനോ മകളോ ആകാൻ യാതൊരു സാധ്യതയില്ലാത്ത ആളെ ആ അപ്പൻ്റെ മകനായി മകളായി ദത്തെടുക്കുന്നു, മക്കളില്ലാത്തത് കൊണ്ട്. എത്ര ഗൗരവമേറിയ കാര്യമാണത്. നിത്യനായ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യ സമൂഹത്തെ അവിടുന്ന് ഏറ്റവും മോഹന സൃഷ്ടിയായി അവിടുന്ന് സൃഷ്ടിച്ചു ആക്കി. എന്നാൽ ദൈവീക സ്വഭാവമില്ലാതെ, ദൈവിക തേജസ്സില്ലാതെ, ദൈവത്തോട് അനുരൂപമാകാതെ ഇരുന്നതായ മനുഷ്യനെ ദൈവം വിശുദ്ധീകരിച്ച് തൻ്റെ പാവന സഭയായി അവിടുന്ന് ചേർത്തണച്ചു. നീ സുന്ദരികളിൽ സുന്ദരി. നിൻ്റെ വസനത്തിൻ്റെ സുഗന്ധം, വസനവസ്ത്രം, വസ്ത്രത്തിൻ്റെ സുഗന്ധം നീസാൻ കുസുമ സമം, ശാരോനിലെ പരിധി പുഷ്പത്തിന് തുല്യം. നിൻ്റെ അധരങ്ങൾ മധു വർഷിക്കുന്നു. നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് മധു, തേൻ. എന്താണ് തേൻ? വചനം. സഭയുടെ ചുണ്ടുകളിൽ നിന്ന് തേൻ വർഷിക്കുന്നു. സഭയുടെ ചുണ്ടിൽ നിന്ന് വചനം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അയ്യോ എൻ്റെ കർത്താവ് എങ്ങനെയൊക്കെയാണോ ഉദ്ദേശിച്ചത്? എൻ്റെ ചുണ്ടിൽ നിന്ന് വചനം ഒരിക്കലും പുറത്തു വന്നിട്ടില്ലല്ലോ. എൻ്റെ ചുണ്ടുകളിൽ നിന്ന് വിശുദ്ധിയുടെ വചനം വന്നിട്ടില്ലല്ലോ. പുരാകുന്ന സ്വഭാവം, ശപിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ കളിയാക്കുന്ന സ്വഭാവം, ചിലരെ പരിഹസിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ ദുഷിക്കുന്ന സ്വഭാവം. എൻ്റെ കർത്താവേ, എൻ്റെ ചുണ്ടുകൾ എന്തെല്ലാം ചെയ്തതാണ്, എവിടെയെല്ലാം തൊട്ടതാണ്, എൻ്റെ ചുണ്ടുകൾ എന്തെല്ലാം ഒഴിച്ച് പകർന്നതാണ്. ഈ ചുണ്ടിൽ മദ്യം പകർന്നു കർത്താവേ, ഈ ചുണ്ടിൽ അശുദ്ധ വാക്കുകൾ വന്നു, ഈ ചുണ്ടിൽ തിന്മകളേറെ സംഭവിച്ചു. എന്നാൽ നാഥ, നീ ആഗ്രഹിച്ചതല്ലല്ലോ. ഈ ചുണ്ടിൽ നിന്ന് മധു വർഷിക്കാനാണല്ലോ നീ ആഗ്രഹിച്ചത്. നിന്റെ അധരങ്ങൾ മധു വർഷിക്കുന്നു. നിൻ്റെ വസനത്തിൻ്റെ സുഗന്ധം, വസ്ത്രത്തിൻ്റെ സുഗന്ധം, അത് ശാരോനിലെ പനിനീർ പുഷ്പത്തിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്ത് ഇമ്പകരമായ ഗാനങ്ങൾ. ഞാൻ ഈ ഗീതങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം, പിതാക്കന്മാരുടെ കാലത്ത് നമുക്ക് സ്വത്തുണ്ടായിരുന്നു. എന്താണ് സ്വത്ത്? വിശുദ്ധി, സ്നേഹം, ത്യാഗം, കരുണ, എളിമ. പിതാക്കന്മാരുടെ കാലത്ത് നമുക്ക് സ്വത്തുണ്ടായിരുന്നു, നിത്യമായ സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എവിടെ വെച്ചോ ഒക്കെ അത് കൈമോശം വന്നുപോയി. അത് ദുഷ്ടനായ പിശാച് അപഹരിച്ചുകൊണ്ട് പോയി. ഇന്ന് ഈ സത്യം ഗ്രഹിക്കുന്ന സമൂഹം തുലവും ചുരുക്കമാണ്. യേശുക്രിസ്തുവിന് വേണ്ടി കരുതിയതായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കുന്ന സമൂഹം വളരെ ചുരുക്കം. ചില ചടങ്ങുകൾ ആചരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ഗീതങ്ങൾ പാടും, നല്ല മനോഹരമായ താളമേളാദികളോടുകൂടി, രാഗലയത്തോടുകൂടി സുന്ദരമായ ഗീതങ്ങൾ ആലപിക്കും. പക്ഷേ ആര് കേൾക്കാൻ, ആര് ശ്രദ്ധിക്കാൻ, ആരതിൻ്റെ അർത്ഥം അറിയാൻ? ഒന്നു മാത്രം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന് മണവാട്ടിയാണ് എന്ന സത്യം നിങ്ങൾ ഗ്രഹിക്കുക. ഉത്തമ ഗീതത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഇനിയുള്ള അവസരങ്ങൾ പിന്നീട് പറഞ്ഞുകൊള്ളാം. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദയവായി നിങ്ങൾ ക്രിസ്തുവിനായി നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക. കർത്താവേ, ഇന്ന് ഈ ദൂത് ഞാൻ കേട്ടു, നിൻ്റെ ആഗ്രഹം ഞാൻ അറിഞ്ഞു, എന്നെക്കുറിച്ചുള്ള നിൻ്റെ വാഞ്ച ഞാൻ അറിഞ്ഞു, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പ്രതീക്ഷ ഞാൻ അറിഞ്ഞു. എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വിശുദ്ധനായി നിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ പ്രതീക്ഷ. എനിക്ക് മനസ്സിലായി കർത്താവേ. യേശുവേ, ഇന്ന് എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ ഞാൻ ശുദ്ധിമതിയായി ജീവിക്കണമെന്നാണ്. എനിക്ക് മനസ്സിലായി നാഥ, ഞാൻ എൻ്റെ വീടിനും എൻ്റെ നാടിനും ഞാൻ അനുഗ്രഹമായി തീരണമെന്നാണ് നിൻ്റെ ആഗ്രഹം. ഞാനത് മനസ്സിലാക്കി കർത്താവേ. എൻ്റെ ഇടവകയിലും എൻ്റെ സഭയിലും, ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയിലും ഞാൻ അനുഗ്രഹമായി തീരണമെന്നാണ് നിൻ്റെ വാഞ്ച. ഞാൻ അറിഞ്ഞു കർത്താവേ, ഞാൻ മനസ്സിലാക്കി.
ഇന്നു മുതൽ ഇതാ ഞാൻ എന്നെ തന്നെ ഒരു പുതിയ സൃഷ്ടിയായതിനു മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാം. ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാം. അനുഗ്രഹം പ്രാപിക്കാം. കുടുംബം സ്വർഗമാക്കി മാറ്റാം. കുടുംബം സ്വർഗമായി മാറുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹകരമായ സ്വർഗീയ ജീവിതത്തിൻ്റെ ശോഭനമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങൾ മാടി മാടി വിളിക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വരൂ മകനെ, വരൂ മകളെ, വരൂ. ഈ അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ യാത്ര ചെയ്യുവാൻ നീ ഒരുങ്ങൂ എന്ന് കർത്താവ് വിളിക്കുന്നു. നിങ്ങൾ കർത്താവിനെ സ്വീകരിപ്പീൻ, യേശുവിനെ സ്വീകരിപ്പീൻ. യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ സമീപത്ത് നിൽക്കുന്നു. യേശുവിനെ വിളിപ്പീൻ, യേശുവിനെ സ്വീകരിപ്പീൻ. യേശുവിനെ നിങ്ങൾ ഹൃദയം തുറക്കുവീൻ. നാഥ, ഇന്നു മുതൽ എൻ്റെ യേശുവേ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ നീ വീണ്ടെടുത്ത ഈ പാവപ്പെട്ട ഞാൻ നിൻ്റെ വകയായി ഇനിമേൽ ജീവിക്കുമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവേ എന്നെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ പ്രതീക്ഷ ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ആശ നീ അറിയിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സിൻ്റെ മഹിമാധനം അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.